സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വിഭവങ്ങളോട് നമ്മൾ കല്ലേലും ഒരല്പം ഇഷ്ടം കൂടുതലായിരിക്കും. ഒരുപാട് മെനക്കേടൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചവ്വരി അല്ലെങ്കിൽ സാബുനരി ഉപയോഗിച്ചിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ചൂടുവെള്ളം ആയതുകൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. ഇനി ഇവിടെ ഒരു അല്പം വലിയ പാനിലേക്ക് 3.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അതിൽ 3.5 കപ്പ് പാല് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1 ലിറ്റർ പാലാണ് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ളത്. 1/2 കപ്പ് പാൽ അവിടെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു പാല് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ആ പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചവ്വരിയിൽ എക്സ്ട്രാ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനിവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു ചവ്വരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത്. പാട കെട്ടാതിരിക്കാനും അതുപോലെ തന്നെ അടിക്ക് പിടിക്കാതിരിക്കാനും സഹായിക്കും. ചവ്വരി നമ്മൾ സോക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നോക്കൂ, നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചവ്വരി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ആ ഒരു സാധാരണ പായസത്തിന് ഉണ്ടാകുന്ന മധുരം മാത്രമേ കാണുള്ളൂ. ഇനി ആ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിനായിട്ട് ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വാനില ഫ്ലേവറിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാല് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു പായസം കസ്റ്റേർഡ് പൗഡർ ഇല്ലാതെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വേവാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഇതുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിന്റെ മിക്സ് മുഴുവനായിട്ടും തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റേർഡ് പൗഡറിന്റെ മിക്സ് ചേർത്ത് കൊടുത്ത അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് നല്ല പോലെ തന്നെ വെന്ത് കട്ടിയായിട്ട് വന്ന് തുടങ്ങും. ഏകദേശം ഒരു 2 മിനിറ്റ് ഒക്കെ മാത്രം കുക്ക് ചെയ്താൽ മതി. ഇപ്പൊ നോക്കൂ, നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് നല്ല കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. ഈ ഒരു സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ചൂടൊക്കെ ആറി വരുമ്പോൾ ഒരല്പം കൂടെ കട്ടിയായിട്ട് വരും. ഈ ഒരു പാകത്തിനാകുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിന്റെ ചൂട് മുഴുവനായിട്ട് മാറി വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ ചൂട് മുഴുവനായിട്ട് മാറി വന്നതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പായസം കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവിടെ കോരി കഴിക്കുന്ന പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ലൂസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ പാലിന്റെ അളവ് കൂട്ടിയാൽ മതി. നേരത്തെ 1 ലിറ്ററാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 1.5 ലിറ്ററോളം എടുത്താൽ മതിയാകും. ഇതിലേക്ക് ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതല്ലാതെ തന്നെ നല്ല രുചിയാണ്. വനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം രുചിയിലുള്ള പായസമാണ് കിട്ടുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് ഇത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ചവ്വരി ഉപയോഗിച്ച് 3-4 വിധത്തിലുള്ള പായസം ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.